നേരത്തെ ഉണ്ടായിട്ടുള്ള സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധമുയർത്തുകയായിരുന്നു. പ്രത്യേകിച്ചും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വെച്ചതിന് ശേഷം മാത്രമായിരിക്കും തങ്ങൾ ഈ ചർച്ചയ്ക്ക് തയ്യാറാവുക എന്നുള്ളതാണ് പ്രതിപക്ഷ എംപിമാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആദ്യം കേന്ദ്ര സർക്കാർ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉറപ്പാക്കണം, അതിനുശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ കഴിയൂ. അതുവരെ ചർച്ചയുമായി സഹകരിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുകയാണ്. അതേസമയം കിരൺ റിജിജു പറഞ്ഞത് കൃത്യമായിട്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. അതായത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, മറ്റു പരീക്ഷ ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിനായിട്ട് അതിവേഗ കോടതിയെ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും. യുവാക്കളുടെയും യുവജനങ്ങളുടെയും ഭാവിയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഉന്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കും. പ്രത്യേകിച്ചും ഇത്തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. മാത്രമല്ല ചർച്ച ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് കിരൺ റിജിജു പറഞ്ഞത്. പക്ഷേ എപ്പോൾ ചർച്ച ചെയ്യാൻ കഴിയും എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും കിരൺ റിജിജുവിൻ്റെയും അതോടൊപ്പം തന്നെ ലോക്സഭാ സ്പീക്കറുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇതോടുകൂടിയാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് ഈ പ്രതിപക്ഷ എംപിമാർ കടന്നിട്ടുള്ളത്. ഇരു സഭകളിലും, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ എംപിമാർ പ്ലക്കാർഡുകളുമായിട്ട് നടുക്കളത്തിൽ ഇറങ്ങുകയായിരുന്നു. സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുത് എന്നുള്ള നിർദ്ദേശം സ്പീക്കറുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാ എംപിമാരും നടുക്കളത്തിൽ നിന്ന് തിരികെ അവരുടെ സീറ്റുകളിലേക്ക് മടങ്ങിപ്പോകണം. നിലവിൽ ചോദ്യോത്തര വേള മാത്രമാണ് അനുവദിക്കാനാവുക. അതിനുശേഷം മാത്രമേ ഈ ചർച്ചകളിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് സ്പീക്കറുടെ ഭാഗത്ത് ഉണ്ടായത്. പക്ഷേ തങ്ങൾ പിന്നോട്ട് പോകില്ല എന്നുള്ള നിലപാടിൽ പ്രതിപക്ഷ എംപിമാർ നടുക്കളത്തിൽ തന്നെ തുടരുകയായിരുന്നു. വലിയ തോതിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെ നടുക്കളത്തിൽ നിലയുറപ്പിച്ചിരുന്നത്. ഇതോടുകൂടി വീണ്ടും സഭ സ്തംഭിക്കുകയായിരുന്നു. വലിയ തോതിലുള്ള ബഹളം പ്രതിപക്ഷ എംപിമാർ വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ രണ്ട് സഭകളും പിരിഞ്ഞിരിക്കുകയാണ്. ലോക്സഭയാണ് ഇപ്പോൾ 2 മണി വരെയാണ് ഇപ്പോൾ ഈ സഭകളും പിരിഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം വീണ്ടും ചർച്ച നടത്താനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ചർച്ച നടത്താമെന്നുള്ള നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ. എങ്കിൽ പോലും രാജി ഉറപ്പാക്കാതെ തങ്ങൾ ചർച്ചയ്ക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷവും ഉള്ളത്. ഇതോടുകൂടിയാണ് വലിയ വാഗ്വാദങ്ങളിലേക്ക് പോലും ഇരു സഭകളും സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സഭ പിരിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉറപ്പാക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും ഇരുസഭകളിലും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കേന്ദ്രം അതിന് വഴങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. വലിയ പ്രതിരോധത്തിലായതിനു ശേഷം പ്രധാനമന്ത്രി തന്നെ അല്പസമയം മുമ്പ് വലിയ ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ എക്സ് പോസ്റ്റിലൂടെ പ്രതികരണം നടത്തിയിരുന്നു. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. യുവാക്കളുടെ ഭാവി സംരക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. തരത്തിൽ